പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് ഓരോ ആൾക്കാരുടെയും ഭാഗ്യചിഹ്നം പരിചയപ്പെടുത്താനാണ്. നമുക്കറിയാം, ഭാരതത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് അശോകസ്തംഭമാണ്. ഭാരതത്തിൻ്റെ ചിഹ്നം അശോകസ്തംഭമാണ്. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ മഹാഭാരതത്തിലാവട്ടെ രാമായണത്തിലാവട്ടെ ഇവർക്കൊക്കെ തന്നെ ഓരോ ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങൾ അവർ വെക്കുന്നില്ല, അവരുടെ കൊടിയുടെ മുകളിലാണ് ചിഹ്നം വെക്കുക. അവരുടെ യാത്ര പോകുന്ന സമയത്ത് അവരുടെ ഈ കൊടി രഥത്തിൻ്റെ മുകളിൽ ആ കൊടിയുടെ മുകളിൽ ആ ചിഹ്നം കാണും എന്നർത്ഥം. ക്ഷേത്രത്തിലുമുണ്ട് ഇതേപോലെ തന്നെ ചിഹ്നം. അത് അവരുടെ വാഹനമാണ് അവിടെ ചിഹ്നമായിട്ട് അവിടെ കണക്കാക്കുന്നത്. അത് ആ കൊടിയുടെ മുകളിൽ നമുക്ക് കാണാം, കൊടിമരത്തിൻ്റെ മുകളിൽ. എന്നാൽ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യചിഹ്നമായിട്ട് ഉപയോഗിക്കേണ്ടത് ഏതാണ് എന്നുള്ളതാണ്. ഭാഗ്യചിഹ്നമായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന അവസരത്തിൽ 27 നക്ഷത്രക്കാർക്കും 27 തരത്തിലുള്ള ചിഹ്നങ്ങളുണ്ട്. ഈ ചിഹ്നങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ എല്ലാ അവസരത്തിലും ഒന്നുകിൽ പേഴ്സിൽ വെക്കുകയോ, അല്ലെങ്കിൽ പോക്കറ്റ് ഇടുകയോ, അല്ലെങ്കിൽ കീ ചെയിനിലാക്കിയിട്ട് വെക്കുകയോ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ സ്ക്രീനിൽ വലിയ ഇതുണ്ടല്ലോ ഫസ്റ്റിനെ തുറക്കുന്നത്, അവിടെ വെക്കുകയോ, ഇനി വാഹനത്തിൽ വെക്കുകയോ വസ്ത്രത്തിൽ വെക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് നല്ലതാകും എന്നൊരു വിശ്വാസം നമുക്കിടയിലുണ്ട്. വിശ്വസിക്കാത്ത ആൾക്കാർക്ക് തള്ളിക്കളയാട്ടോ. ഇതെല്ലാം ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം ഉള്ള ആൾക്കാർക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഉയർച്ച ഉണ്ടാകും എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ അശ്വതി നക്ഷത്രം ഉണ്ടല്ലോ, അശ്വതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യചിഹ്നം, ഈ ചിഹ്നം നമ്മളെപ്പോഴും ഏതവസരത്തിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒന്നിച്ച് തന്നെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉയർച്ചയാണെന്ന് പറയുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെത് കുതിരയുടെ തലയാണ്. അങ്ങനെ കുതിരയുടെ ചിത്രം വെക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല. പക്ഷേ ആ കുതിരത്തലയായിട്ടുള്ള ചിത്രം കിട്ടും, സ്റ്റിക്കറൊക്കെ ഉണ്ടാവും. ആ സ്റ്റിക്കറൊക്കെ നമുക്ക് ഫോണിന് ഒട്ടിക്കാൻ, അല്ലെങ്കിൽ ഫോണിൻ്റെ പിന്നെ സ്ക്രീനിൽ വെക്കാം നമുക്ക്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കീ ചെയിനായിട്ടോ അങ്ങനെ എവിടെയെങ്കിലായിട്ട് നമുക്ക് വെക്കുകയൊക്കെ ചെയ്യാം. ചില ആൾക്കാരുടെ ഡ്രസ്സിൽ തന്നെ കുതിരച്ചിഹ്നം ഉള്ളതൊക്കെ ഉണ്ടാവാറുണ്ട്, വാഹനത്തിലൊക്കെ അത് വെക്കാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ സൗകര്യമാണ്. അപ്പോൾ അശ്വതിയുടേത് കുതിര തല ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അശ്വതി കഴിഞ്ഞാൽ പിന്നെ ഭരണിയാണ്. ഭരണിയുടേത് ശരിക്കും പറഞ്ഞാൽ അടുപ്പാണ്, കത്തുന്ന അടുപ്പ്. കത്തുന്ന അടുപ്പ് ഇല്ലാന്നൊക്കെ നമുക്ക് ദീപമായാലും മതി, മൺചിരാത് പോലുള്ള ദീപത്തിൻ്റെ ചിത്രമില്ലേ, അതായാലും മതി. അപ്പം അഗ്നിയാണ് അവിടെ പ്രധാനം ചെയ്യുന്നത്. അഗ്നിയെ നമ്മൾ കൊണ്ട് നടക്കുന്നത്, അഗ്നിയെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തീർത്ത് നടക്കണമെന്നല്ല, അതിൻ്റെ ചിത്രം നമ്മൾ കൊണ്ട് നടക്കുന്നത്, അതാണ് നമ്മുടെ ചിഹ്നം. അഗ്നി പോലെ ശോഭിക്കുവാനും നമുക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. കാർത്തികയ്ക്ക് വാള്, ഏതെങ്കിലും തരത്തിൽ വാളിൻ്റെ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ വജ്രത്തിൻ്റെ തരത്തിലുള്ള വാളിൻ്റെ ചിത്രം, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാച്യു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കീ ചെയിൻ ആക്കിയിട്ടോ മറ്റേതെങ്കിലും തരത്തിൽ നമ്മളോടൊപ്പം എപ്പോഴും അത് കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് നമ്മുടെ ചിഹ്നമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം എന്നർത്ഥം. ഇനി രോഹിണി നാൾ, അത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ഓടക്കുഴലാണ്. ഓടക്കുഴലില്ലാത്ത കൃഷ്ണനെ കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്രക്കാർ പ്രത്യേകം അവരൊരു ഓടക്കുഴൽ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. ചെറിയൊരു ഓടക്കുഴൽ പേഴ്സിലിടുകയൊക്കെ ചെയ്യുക. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് യുക്തി, അതുപോലെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. അപ്പോൾ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണൻ്റെ നക്ഷത്രമാണ്, അത് ഓടക്കുഴലാണ്. അപ്പോൾ ആ രോഹിണി നക്ഷത്രക്കാരും അത്തരത്തിൽ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി മകീരം നക്ഷത്രക്കാർ, ഇവർ മാനാണ് ഇവരുടെ ചിഹ്നം. ഇതേപോലെ മാൻ്റെ ചിത്രങ്ങളോ സ്റ്റാച്യുവോ ഒക്കെ ആക്കിയിട്ട് അവരുടെ ആ ഏതോ തരത്തിലാണോ കൊണ്ട് നടക്കാൻ പറ്റുന്നത് അതുപോലെ കൊണ്ട് നടക്കുന്നത് നന്നായിരിക്കും. പിന്നെയോ തിരുവാതിര നക്ഷത്രം, സാക്ഷാൽ ഭഗവാൻ ശിവൻ്റെ തന്നെ നക്ഷത്രം. ഈ തിരുവാതിര നക്ഷത്രത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചിഹ്നം എന്ന് പറയുന്നത് രുദ്രാക്ഷ. ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു രുദ്രാക്ഷമെങ്കിലും കഴുത്തിൽ കെട്ടി നടക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ രുദ്രാക്ഷ മാല ധരിക്കുക. മാല ധരിക്കുന്നെങ്കിൽ ഒരുപാട് ചടങ്ങുകളുണ്ട്, അതിൽ ആൾക്കാരെ എടുത്ത് ചാടി രുദ്രാക്ഷ മാല ധരിക്കേണ്ടതില്ല. ഒരു രുദ്രാക്ഷം 4 മുഖത്തിൻ്റെയോ 5 മുഖത്തിൻ്റെ രുദ്രാക്ഷം ധരിക്കുന്നത് നല്ലത്. അത് പൊതുവെ എല്ലാവർക്കും ധരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 5 മുഖ രുദ്രാക്ഷം ഒന്ന് അവർ ധരിക്കുക, അല്ലെങ്കിൽ പേഴ്സിലോ മറ്റോ കൊണ്ട് നടക്കുക, കീ ചെയിനിൽ വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ്റെ നക്ഷത്രം അമ്പും വില്ലും. ശ്രീരാമൻ്റെ ഏതവസരത്തിലും അമ്പും വില്ലാണ് കയ്യിലുള്ളത്. കോദണ്ഡരാമൻ എന്ന് പേര് പോലും ശ്രീരാമനുണ്ട്. അപ്പോൾ ആ അമ്പും വില്ലിനെ പുണർന്ന നക്ഷത്രക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ വലിയ അമ്പും വില്ലെടുത്ത് ശ്രീരാമൻ നടത്തും പോലെ നടക്കൊന്നും വേണ്ട കേട്ടോ. ചെറിയ ഒരിത്, അതിൻ്റെ സ്റ്റാച്യു അല്ലെങ്കിൽ അതിൻ്റെ ചിത്രം ഉണ്ടാവും, അതിൻ്റെ ശ്രീരാമൻ്റെ ചിത്രം വെച്ചാലും മതി കേട്ടോ. അപ്പോൾ അത്തരത്തിൽ നമ്മൾക്ക് കൊണ്ട് നടക്കാവുന്നതാണ്.
ഇനി പുണർദം കഴിഞ്ഞാൽ പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രത്തിനുള്ളത് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞാൽ ഈ പശു ഉണ്ടല്ലോ, പശുവിൻ്റെ അകിടിൽ നിന്നും പാല് കുടിക്കുന്ന കുട്ടി പശു ഉണ്ടാവും. അപ്പോൾ വലിയ അമ്മച്ചി പശുവും കൊച്ചു പശുവും അല്ലെ കിടാവും കൂടി ഒന്നിച്ചുള്ള ആ ചിത്രം, അതാണ് അവർക്ക് ഏറ്റവും ഉത്തമം പൂയം നക്ഷത്രത്തിന്. അത് പാല് കുടിക്കുന്നതാണെങ്കിൽ ഏറ്റവും ഉത്തമം. അകിടാണ് ഇവരുടെ ചിഹ്നമായിട്ട് വരുന്നത് പൂയം നക്ഷത്രത്തിന്, പശുവും കിടാവും. ആയില്യം നക്ഷത്രത്തിൻ്റെത് നാഗമാണ്. അപ്പോൾ നാഗത്തിൻ്റെ ചിഹ്നം വെക്കുന്നത് നന്നായിരിക്കും, അവർക്കതിലൂടെ ഉയർച്ചയുണ്ടാകുമെന്നുള്ളതാണ് വിശ്വാസം. ഇനിയോ മകൻ നക്ഷത്രം. മകൻ നക്ഷത്രത്തിന് ഏറ്റവും പ്രധാനം വെച്ചാൽ കിരീടമാണ്. മകം പിറന്ന മങ്ക എന്നൊക്കെ പറയില്ല, മങ്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിൽ. അപ്പോൾ കിരീടം എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആൾക്കാണ് കിരീടം വെക്കുക എന്നത്. അപ്പോൾ ആ കിരീടമാണ് അവർ ചിഹ്നമായി കണക്കാക്കേണ്ടത്. ഇനി കിരീടം കിട്ടുന്നില്ലെങ്കിൽ തൊപ്പി ആയാലും മതി. കിരീടം നല്ല മനോഹരമായ ചിത്രം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാച്യു ഉണ്ടെങ്കിൽ അത് ചെയ്യാം എന്നർത്ഥം. എന്നാൽ പൂരം നക്ഷത്രത്തിന് ഇരുമിഴികളാണ്, 2 കണ്ണുകൾ ചേർന്നിട്ടുള്ള ചിത്രം കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും ദേവിയുടെയോ ദേവന്മാരുടെയൊക്കെ ആ മുഖം, ആ കണ്ണിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുറച്ച് വലുതായിട്ട് എടുത്തിട്ട് അത് ചെയ്യുക. അത് നമുക്ക് ഫോണിൽ വെക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയുള്ള ചിത്രങ്ങൾ സൂക്ഷിക്കുക, അതൊക്കെ വളരെ നല്ലതായിരിക്കും എന്നർത്ഥം. ഇനി ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രത്തിന് തൂണാണ് ചിഹ്നം. തൂണ് പോലെ ഉറച്ചവൻ അതൊക്കെ പറയാറില്ലേ. അപ്പോൾ ഈ തൂണിൻ്റെ ചിത്രമോ സ്റ്റാച്ചു ഒക്കെ ഇഷ്ടംപോലെ കിട്ടാൻ എൻ്റെ പലരും അത് കൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റാച്ചു ഒക്കെ തന്നെ ചെറിയ ഇത്രയുള്ള തൂണിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ തൂണാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ചിഹ്നം എന്നർത്ഥം. എന്നാൽ അത്തം നക്ഷത്രത്തിന് കൈപ്പത്തിയാണ്. നമ്മുടെ കോൺഗ്രസിൻ്റെ ചിഹ്നമായിട്ടുള്ള കൈപ്പത്തി അല്ല ഇവിടെ ഉദ്ദേശിച്ചത്. കൈപ്പത്തി എന്നത് ഇങ്ങനെ എടുക്കുന്ന അവസരത്തിൽ ചിന്മുദ്രയോട് കൂടിയ കൈപ്പത്തിയാണെങ്കിൽ ഉത്തമം. ചിന്മുദ്രയോട് കൂടിയ കൈപ്പത്തിയുടെ ചിത്രമാണെങ്കിൽ ഉത്തമം. കൈപ്പത്തി ആയാലും വിഷമമില്ല കേട്ടോ. അപ്പോൾ അതാണ് അത്തം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ അവരുടെ ചിഹ്നം എന്നർത്ഥം. ഇനിയുള്ളത് ചിത്തിര നക്ഷത്രം. ചിത്തിരക്ക് മുത്താണ് അവരുടെ ചിഹ്നം. മുത്ത് ഇഷ്ടം പോലെ നമുക്ക് ബാഗിൽ കൊണ്ടുപോയി, ബാഗിലോ എവിടെ വേണമെങ്കിലും നമുക്ക് പേഴ്സിലെല്ലാം നമുക്ക് ധൈര്യത്തിൽ വെച്ച് നടക്കാൻ പറ്റുന്നതാണ്. മുത്തിൻ്റെ മാല ധരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ. അതുപോലെ മുത്തുകൾ കൈകളിൽ ഇങ്ങനെ ചരടിൽ കോർത്തിട്ട് കൈകളിൽ കെട്ടുന്നതും വളരെ നന്നായിരിക്കും എന്നർത്ഥം. അപ്പോൾ ചിത്തിര കഴിഞ്ഞാൽ പിന്നെയുള്ളത് ചോതി നക്ഷത്രമാണ്. ചോതിയുടേത് ദീപജ്വാല. നമ്മൾ മൺചിരാഗില്ലേ, മൺചിരാഗ്, നിലവിളക്ക്, ആ നിലവിളക്കെന്നും മൺചിരാഗെന്നൊക്കെ വരുന്ന ആ ദീപനാളമുണ്ടല്ലോ, അതുതന്നെയാണ്. അപ്പോൾ അതിനെയാണ് ഇവിടെ ചോതി നക്ഷത്രക്കാർ ചിഹ്നമാക്കി വെക്കേണ്ടത്. ചിരാഗ് പോലത്തതും നിലവിളക്ക് പോലത്തെ ആ ദീപനാളം മാത്രം, ആ ദീപനാളത്തിനാണ് പ്രാധാന്യം എന്നർത്ഥം. വിശാഖത്തിന് ചക്രമാണ്. അപ്പോൾ ഈ ചക്രം എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട്. നമ്മൾ ടയറല്ല, അത് ആദ്യം ചിന്തിക്കണം. വാഹനത്തിൻ്റെ ടയറല്ല ഉദ്ദേശിക്കുന്നത്. കാളവണ്ടിയുടെ ചക്രം പോലെ ഉണ്ട്, അത് സൈക്കിളിൻ്റെ ചക്രം പോലെ. കാരണം വെച്ചാൽ ഉള്ളിൽ പിന്നെ ബ്ലാങ്കായിട്ട് കമ്പിയായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരത്തിൻ്റെതായിട്ടുള്ള ഇതുള്ളത്. ഇപ്പോൾ നമ്മൾ കലമുണ്ടാക്കുന്ന ആൾക്കാർ തിരിക്കുന്ന ഒരു ചക്രമുണ്ട്, അതൊക്കെയാണ് ഇവർക്ക് വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ ചക്രമാണ് ഈ പറയുന്ന വിശാഖ നക്ഷത്രത്തിൻ്റെ ആൾക്കാരുടെ ചിഹ്നം. ഇനി അനിഴ നക്ഷത്രം. അനിഴ നക്ഷത്രത്തിൻ്റെത് താമരയാണ്. അത് പാർട്ടിക്കാരുടെ താമരയല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. സാക്ഷാൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമാണ് ഇവരുടെ അടുത്തുണ്ടാവുക. മഹാലക്ഷ്മി താമരയിലാണ്. അപ്പോൾ മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. അപ്പോൾ ഇവർ എവിടെ പോയാലും ഈ ചിഹ്നം കൊണ്ട് നടക്കുന്നെങ്കിൽ ഇവർക്ക് എപ്പോഴും എന്തുണ്ടാവും, ഇത്തരത്തിൽ ഐശ്വര്യമുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അനിഴം കഴിഞ്ഞാൽ പിന്നെയുള്ളത് തൃക്കേട്ടകയാണ്. തൃക്കേട്ടകയുടെ ചിഹ്നം എന്ന് പറയുന്നത് മുരുകൻ്റെ കയ്യിലൊരു വേലുണ്ട്. ആ മുരുകൻ്റെ കയ്യിൽ വേലിന് വേറെ തന്നെ ഒരു ആകൃതിയാണ്. അതാണ് ഇവർ കൊണ്ട് നടക്കുന്നത്. മുരുകവേൽ എന്നാണ് പറയേണ്ടത്. അപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർ മുരുകവേൽ ചിഹ്നമായിട്ട് സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. തൃക്കേട്ട കഴിഞ്ഞാൽ പിന്നെയുള്ളത് മൂലമാണ്. മൂലം നക്ഷത്രത്തിന് വീണയാണ് പ്രധാനം. സരസ്വതിയുടെയൊക്കെ കയ്യിലുള്ളേ. അപ്പോൾ ആ തരത്തിലുള്ള വീണയുടെ ചിഹ്നം അല്ലെങ്കിൽ സരസ്വതി ദേവിയുടെ ചിത്രമായാലും വിഷയമില്ല എന്നർത്ഥം. മൂലം കഴിഞ്ഞാൽ പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രത്തിൻ്റെത് ചാമരമാണ്. എന്ന് വെച്ചാൽ വിശറി, വെൺചാമരം. ഉത്സവത്തിനൊക്കെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ചാമരം ഉണ്ടല്ലോ, വീശുന്ന ഇങ്ങനെയല്ലേ, വെൺചാമരം എന്ന് പറയും.
ആ വെഞ്ചാമരമോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇത് വെഞ്ചാമരമാണ് നല്ലത്. അപ്പോൾ വെഞ്ചാമരത്തിൻ്റെ ചിത്രം ഉണ്ടെങ്കിൽ അത് വെക്കുക, അല്ലെങ്കിൽ മറ്റേ അതിൽ ചെറിയ പകർപ്പലിൽ നിന്ന് കിട്ടാൻ ഇഷ്ടം പോലെ അത് നമുക്ക് കൊണ്ട് നടക്കുകയും ചെയ്യാം. ഉത്രാടം നക്ഷത്രക്കാർ ഗണപതിയുടെ ചിത്രം തന്നെയാണ്. ഗണപതി ഭഗവാന് തടസ്സങ്ങളെല്ലാം നീക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ഗണപതി ഭഗവാനെ ഒന്നിച്ച് കൊണ്ടുപോകണം. ആ നാമം ജപിക്കുകയും ചെയ്യാം. ആ ചിഹ്നമായിട്ട് ഗണപതി ഭഗവാന്റെ ചിത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കീ ചെയിനിലൊക്കെ ആക്കിയിട്ട് ഇടാം എന്നർത്ഥം. തിരുവോണ നക്ഷത്രക്കാർക്ക് കാൽപാദമാണ്. കാരണം എത്ര പ്രയാസകരമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കും കടന്നു ചെല്ലാനും അവരുടെ മനസ്സ് കീഴടക്കുവാനുള്ള കഴിവ് ഇവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ചിഹ്നം എന്ന് പറയുന്നത് കാൽപാദമാണ്. അത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പാദമായി സങ്കല്പിച്ചിട്ട് അവർക്ക് ഒന്നിച്ച് കൊണ്ടുപോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. അത് ഏറ്റവും നല്ലതാണ് എന്നർത്ഥം. തിരുവോണം കഴിഞ്ഞാൽ പിന്നെയുള്ളത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രത്തിൻ്റെത് ഉടുക്കാണ്. ചെറിയ ഒരിതാണെങ്കിൽ അതിൽ നിന്നും പ്രകമ്പനം കൊള്ളുന്ന ശബ്ദമാണ് അതിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അതും ക്ഷേത്രത്തിൻ്റെ സോപാന സംഗീതത്തിന് പാടാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പോൾ നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് ആനന്ദകരമാക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഉടുക്ക് എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ആ ഉടുക്കിൻ്റെ സിമ്പിളായിട്ട് സാധനങ്ങളോ ചിത്രങ്ങളോ നമ്മൾ വെക്കുന്നത് നന്നായിരിക്കും എന്നർത്ഥം. അതുപോലെ തന്നെ ചതയം നക്ഷത്രം. ചതയം നക്ഷത്രത്തിനുള്ളത് നമ്മൾ മേശയുടെ മുകളിലെല്ലാം വെക്കുന്ന ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, പൂക്കുട, അതോ അല്ലെങ്കിൽ ബൊക്ക പോലെയുള്ള ആ പൂക്കൂട്ടം. ഈ പൂക്കൂട്ടമാണ് ഈ പറയുന്ന ചതയം നക്ഷത്രത്തിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പിന്നെയുള്ളത് പൂരോരുട്ടാതി നക്ഷത്രമാണ്. പൂരോരുട്ടാതി നക്ഷത്രം എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് നല്ലതുപോലെ പണവും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ വരും. അപ്പോൾ അവരുടെ ചിഹ്നം എന്ന് പറയുന്നത് കുബേരനാണ്. ഇവിടെ കുബേരൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുബേരൻ്റെ ചിഹ്നം നട്ട് നമ്മൾ ലാഫിംഗ് ബുദ്ധയുടെ ചിത്രമല്ല വെക്കേണ്ടത്, കുബേരൻ്റെ ചിഹ്നം തന്നെ വെക്കണം, അതിൻ്റെ ചിത്രം തന്നെ വെക്കുക. അത് നമുക്ക് ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കുബേരൻ്റെ കിട്ടും. പക്ഷേ പലരും കാണുന്നത് ലാഫിംഗ് ബുദ്ധ എന്ന് പറയുന്ന കുംഭക്കുടലൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ചിത്രത്തിനെയാണ്. അതല്ല, അത് ബുദ്ധനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ബുദ്ധൻ വെച്ചാൽ അത് ലാഫിംഗ് ബുദ്ധയാണ്, പക്ഷെ അത് ഈ കുബേരനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുബേരൻ നല്ല ആരോഗ്യവാനാണ്, സുന്ദരനാണ്, രാജാവാണ്, രാവണനായിട്ട് പോലും യുദ്ധം ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ കുബേരൻ്റെ ചിത്രമാണ് നമ്മൾ വെക്കേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് വെക്കേണ്ടത്. അതൊക്കെ യഥേഷ്ടം കിട്ടാനുണ്ട്. ഇനി ഉത്രട്ടാതി. ഉത്രട്ടാതിക്ക് ഉള്ളത് പശുവാണ്. അവർ പശുവിനെയാണ് ചിഹ്നമായിട്ട് സ്വീകരിക്കേണ്ടത് എന്നർത്ഥം. ഏറ്റവും അവസാനം രേവതി നക്ഷത്രം. രേവതി നക്ഷത്രത്തിൻ്റെത് മത്സ്യമാണ്. മത്സ്യം എന്ന് പറഞ്ഞാൽ ഒരു മത്സ്യമല്ല, 2 മത്സ്യം മുഖത്തോട് മുഖം നോക്കിക്കുന്ന വിധത്തിലുള്ള 2 മത്സ്യമാണ് ഉള്ളത്. അപ്പോൾ ഈ പറയുന്ന 27 നക്ഷത്രങ്ങളുടെയും ചിഹ്നം ഞാനിവിടെ പറഞ്ഞു. ഇത് ഓരോ ആൾക്കാരും അവരുടെ ഭാഗ്യചിഹ്നമായിട്ട് കൊണ്ടു നടന്നാൽ അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് അത് തരണം ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം നമുക്കിടയിലുണ്ട്. ആ വിശ്വാസം തന്നെയാണ് നമ്മുടെ പുരാണത്തിലെല്ലാം നമ്മുടെ ഈ കൊടിമരത്തിൻ്റെ മുകളിലും മറ്റുമൊക്കെ ഈ ചിഹ്നം അവർ സ്ഥാപിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നമ്മുടെ ഭാരതത്തിന് പോലും ഒരു ചിഹ്നമുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ചിഹ്നത്തെ നമ്മൾ മുറുക്കെ പിടിച്ചാൽ നമുക്ക് ഗുണമുണ്ടാകും എന്ന് കരുതി ഇതുകൊണ്ട് നമ്മൾ പൂർണ്ണമായും രക്ഷപ്പെടുമെന്നും നമ്മൾ വിചാരിക്കണം കേട്ടോ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാം രക്ഷ കിട്ടും, അവിടെ എല്ലാ തടസ്സങ്ങളും ഈ ചിഹ്നം ഇതാവുന്നുള്ളതുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ മിഥ്യയായിട്ടുള്ള ധാരണയായിരിക്കും. ചില ആൾക്കാർക്ക് ഗുണം കിട്ടിയേക്കാം, എല്ലാവർക്കൊന്നും ഗുണം കിട്ടില്ല. ചില ആൾക്കാർക്ക് ആ ചിഹ്നം വെച്ചിട്ട് പോകുന്ന ആൾക്കാർക്ക് വലിയ ഗുണം കിട്ടുന്നുണ്ട്, ചില ആൾക്കാർക്ക് ഗുണം കിട്ടിയിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു പണ്ട് കാലങ്ങളിലുള്ളൊരു വിശ്വാസം എന്ന വിധത്തിലാണ് ഞാനിവിടെ ഇത് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് മാത്രം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.